ഒരിക്കൽ ഞങ്ങൾക്ക് സാറിനൊരു ബാക്ക് പെയിൻ വന്നിട്ട് സാറ് ബാത്റൂമിൽ ഇതുപോലെ ഒന്ന് വീണു മീൻസ് അന്ന് രാത്രി ഇന്നലെ കിടന്നിടത്തുനിന്ന് എഴുന്നേറ്റ് അങ്ങനെ പോയപ്പം ഭയങ്കര വേദന. അപ്പം ഇങ്ങനെ എഴുന്നേറ്റ് പോകണം കണ്ടപ്പോഴും ഞാൻ പറഞ്ഞു, അപ്പം ചെറിയ ഗിഡിനെസ് ഉണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പോയി കൂടെ ഇങ്ങനെ, പക്ഷേ ഞാൻ പിടിച്ചാലൊന്നും നിൽക്കില്ലല്ലോ, എങ്കിലും ഞാൻ ഇങ്ങനെ പോയി ഇങ്ങനെ ജസ്റ്റ് പിടിച്ചോണ്ട് നിന്നു. ബാത്റൂമിൽ പോയി അങ്ങോട്ട് ആ പറയുന്ന സമയം അപ്പം ഞാൻ പറഞ്ഞു വേണമെങ്കിൽ ഇരിക്കണേ, തലയിറങ്ങണേ, എനിക്ക് പിടിച്ചാൽ നിൽക്കില്ല എന്നിങ്ങനെ പറഞ്ഞതും സാർ ഇങ്ങനെ പോണു. അപ്പം എനിക്ക് ആ വെയിറ്റ് കിട്ടുന്നില്ല. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ബാത്റൂമിൽ ഇങ്ങനെ വീണപ്പോഴത്തേക്ക് എൻ്റെ പുറത്തൂടെയാണ് സാറ് വന്നത് വീണത്. അപ്പം ആ വെയിറ്റും കൂടെ ആകുമ്പോൾ പക്ഷേ എനിക്ക് അനങ്ങാൻ വയ്യ, രണ്ടുപേർക്കും. അപ്പം ഞാൻ വിചാരിക്കും രാത്രി 2 മണി. ഇവിടെ പ്രായമുള്ള അമ്മ മാത്രമേ ഉള്ളൂ, അമ്മ 80. അപ്പം അമ്മ നമുക്ക് ആർക്കും വിളിക്കാൻ വയ്യ, അന്ന് പിള്ളേരില്ല. കാര്യം പുറത്താളുണ്ടെങ്കിലും നമ്മുടെ കയ്യിൽ ഫോൺ ഉണ്ടെന്ന് എല്ലാം പുറത്തല്ലേ, നമ്മൾ അകത്തുനിന്നൊന്നും പുറത്തേക്ക് വരണ്ടേ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അനങ്ങാൻ പറ്റുന്നില്ല. ഞാൻ സായിറാം പറഞ്ഞുകൊണ്ടിരുന്ന അതിനകത്ത് സായിശ്വര വിദ്മ പറഞ്ഞ് അവസാനം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സാറിന് കോൺഷ്യസ് ആയി സാറ്. അപ്പം ഞാൻ ഇനി എണീക്കരുത്, എനിക്ക് പിടിക്കാൻ പറ്റില്ല, എനിക്ക് എന്തോ പറ്റിയെന്ന് ഞാൻ ഇങ്ങനെ പറയണ്ടേ, എനിക്ക് ബാക്കിൽ എന്തോ പറ്റിയിട്ടുണ്ട്, എനിക്ക് എണീക്കാൻ പറ്റുന്നില്ല, എനിക്ക് എഴുന്നേക്കാം. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു എഴുന്നേക്കരുത്, എന്താ വെച്ചാൽ വീണ്ടും എഴുന്നേക്കുമ്പോൾ എങ്ങാനും വീണാലോ. പക്ഷേ സാറ് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി ഒരു വിധത്തിൽ കട്ടിൽ വന്ന് കിടന്നു കിടന്നപ്പോഴത്തേക്ക് എനിക്ക് പിന്നെ അനങ്ങാൻ പറ്റുന്നില്ല. എനിക്ക് ബാക്കിൽ ഭയങ്കര പെയിൻ വന്ന് കിടന്നിട്ട് ഒന്ന് തിരിയാൻ പോലും പറ്റുന്നില്ല എനിക്ക്. പിന്നെ അന്ന് രാത്രി ഇതുപോലെ പ്രാർത്ഥിച്ചുകൊണ്ട് കിടന്നു. അത് ഞാൻ 100% അന്ന് എനിക്ക് ഒരു വെർട്ടിബ്ര ഫ്രാക്ചർ ആയിരുന്നു ശരിക്കും. അത് ഞാൻ വെച്ചുകൊണ്ടിരുന്നത്. എന്നിട്ടും നെക്സ്റ്റ് ഡേ ഒരു 1 വീക്ക് കഴിഞ്ഞിട്ടാണ് എക്സ്റേ എടുത്തത്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഇതിൽ വേണമെങ്കിൽ കിടന്നു പോകാം, ശരിക്കും ലൈഫ് ലോങ് കിടന്നു പോകേണ്ട ഒരു ഇതാണ് ശരിക്കും. അന്ന് ഞാൻ ശരിക്കും എനിക്കത് വേറെ എന്ന് വെച്ചാൽ വെർട്ടിബ്രയാണ്, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, പ്ലാസ്റ്റർ ഒന്നും ഇടാൻ പറ്റില്ല, ഒരു ബെൽറ്റ് മാത്രമേ ഉള്ളൂ ഇടാനായിട്ട്. പക്ഷെ 1 വീക്ക് കഴിഞ്ഞാണ് ഞാൻ പോയത് തന്നെ, ഹോസ്പിറ്റലിൽ പോയതും എക്സ്റേ എടുത്തതും ഒക്കെ. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഞാൻ ആ സായിറാം പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ എഴുന്നേറ്റ് നടക്കണത് ശരിക്കും പറഞ്ഞു, ഇല്ലെങ്കിൽ അത് എന്തും സംഭവിക്കാവുന്ന ഒരു വീഴ്ചയായിരുന്നു ശരി. അതിനുശേഷം ഞാൻ ഇടയ്ക്കിടയ്ക്ക് സാറ് പോരുമ്പോൾ വയ്യാന്ന് പറഞ്ഞാൽ ഇനി എനിക്ക് പിടിക്കാൻ പറ്റില്ല, അത്രയും ഞങ്ങൾ ശരിക്കും പേടിച്ചിട്ടാണെങ്കിലും. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഓരോരോ പോയിന്റ് നമുക്ക് തോന്നുന്നത് സ്വാമി നമ്മുടെ കൂടെ ഉണ്ടെന്ന്. അല്ലാണ്ട് നമുക്ക് വേറെ ഒന്നും കാണിച്ചു തരണ്ടെന്ന് തോന്നും. ഇത്രയും മതി നമുക്ക് ശരിക്കും പറഞ്ഞാൽ. എന്ന് വെച്ചാൽ എഴുന്നേറ്റ് ഞാൻ ഇന്ന് നടക്കുന്നുണ്ടെങ്കിൽ അത് അതുകൊണ്ട് തന്നെയാണ് ശരിക്കും. ചെറിയ ചെറിയ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫിലാണെങ്കിലും എനിക്ക് ഇത്തവണ ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ സാറ് ജഡ്ജായതിന് ശേഷം പുട്ടവർത്തിയിലൊരു മഹിളാ കോൺഫറൻസ് ഉണ്ടായിരുന്നു 2016 അപ്പോൾ ഇതുപോലെ മഹിളാ കോൺഫറൻസ് അവിടെ നിന്ന് ഒരു ഇൻ്റർനാഷണൽ ഓൾ ഓവർ ഇന്ത്യ കുറേ പേര് വരുന്ന ഒരു ഭയങ്കര ഫംഗ്ഷനായിട്ട് നടത്തണം മഹിള. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് പരിപാടിയുടെ ഒരു 2-3 ദിവസം മുമ്പ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പ്രതീക്ഷയുടെ, ഞാൻ പ്രതീക്ഷ എനിക്ക് പോയാൽ കൊള്ളാമെന്നുണ്ട് മഹിളാ കോൺഫറൻസ്. അതിനെന്താ ചേച്ചി റെഡി, ഞാൻ നോക്കട്ടെ അത് കിട്ടുമോ നോക്കട്ടെ. പിന്നെ ഞാനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, എൻ്റെ കോ സിസ്റ്റർ, ഞങ്ങൾ 3 പേരും കൂടെയാണ് ഈ ഫംഗ്ഷന് പോയത്. അവിടെ ചെന്നപ്പം നല്ലൊരു ഫംഗ്ഷൻ, എല്ലാവരും ഒരേപോലത്തെ യൂണിഫോം സാരിയൊക്കെ ഉണ്ടായിരുന്നു, ഒരേപോലെ കുറേ ലേഡീസ് ഒരുമിച്ച് കാണുമ്പോൾ ഭയങ്കര രസം. അപ്പോൾ അതിൻ്റെ അടുത്ത ദിവസം വേറൊരു ഫംഗ്ഷൻ. അപ്പം അന്ന് 3 സാറിൻ്റെ ഗീത ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ പ്രതീക്ഷ വിളിച്ച് പറഞ്ഞു, അപ്പോൾ ഓക്കെ ഹൈക്കോർട്ടിലൊരു ജഡ്ജിൻ്റെ ഭാര്യയുണ്ട്, അപ്പോൾ അവരെൻ്റെ അടുത്ത ദിവസം രാവിലെ ഒരു ഇനോഗ്രേഷൻ പരിപാടിയുണ്ട്, വരാൻ പറഞ്ഞു. അന്ന് ഞാൻ പോയി, അത് കഴിഞ്ഞ് തിരിച്ചു വന്നു. എല്ലാവരുടെയും പോലെ തന്നെ എല്ലാവരുടെയും ഞാനും ആ യൂണിഫോം സാരി കൊടുത്ത് തിരിച്ചു വന്നു. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ് ഫ്രണ്ടിലിരിക്കാൻ സ്ഥലമുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഫ്രണ്ടിലും പോയിരുന്നു. എൻ്റെ കൂടെ വന്ന 2 പേര് സാധാരണ ഇതിൽ അവർ വേറെ ഇരുന്നു. അന്നത്തെ ദിവസത്തെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ 15 മഹിളകളെ ആദരിക്കുകയാണ്. ഇന്ത്യയിലെ ടോപ്പ് ഇതിലുള്ള 15 വനിതകളെ ആദരിക്കുന്ന ഒരു ഫംഗ്ഷനായിരുന്നു. ആദ്യം ഒരു ലേഡി സ്പീക്കർ ഉണ്ടായിരുന്നു, അവരുടെ ടോക്ക് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഇവർ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എല്ലാവരെയും വിളിച്ചിങ്ങനെ ഓരോരുത്തരായിട്ട് വിളിക്കുന്നു. അപ്പോൾ ഓരോരുത്തരുടെയും ബയോഡേറ്റ, ഒരു 1.5 പേജ് ബയോഡേറ്റ ഉണ്ട്. കുറേ കാര്യങ്ങൾ, അവർ ബാലവികാസിൻ്റെ ഗുരുവായിരുന്നു, അല്ലെങ്കിൽ ടീച്ചറായിരുന്നു, അല്ലെങ്കിൽ ഓരോരോ മേഖലയിൽ എക്സൽ ചെയ്യുന്ന ആൾക്കാർ. എന്നോടൊന്നും പറഞ്ഞിട്ടുമില്ല, ഞാൻ അവിടെ ഒരു ആസ് എൻ ഓഡിയൻസ് ഞാൻ അവിടെ ഇരിക്കുകയാണ് ശരിക്കും. 14 പേര് കഴിഞ്ഞപ്പോൾ അവർ പെട്ടെന്ന് വിളിക്കുന്നു, എൻ്റെ പേരും അല്ല വിളിച്ചത്, വൈഫ് ഓഫ് ജസ്റ്റിസ് സുരേഷ് കുമാർ, കേരള ഹൈക്കോർട്ട്. അപ്പം ചോദിച്ച് ഇത്രയും മഹിളകളെയാണ് വിളിക്കുന്നത്, അതിനകത്ത് എങ്ങനെ വൈഫ് ഓഫ് ജസ്റ്റിസ്? അപ്പോഴും എനിക്കൊരു സംശയം, എന്താ വെച്ചാൽ ഞാൻ അതിനകത്ത് വരാൻ വഴിയില്ല. ഈ പറഞ്ഞ മഹിളകളുടെ എല്ലാവരുടെയും ക്വാളിഫിക്കേഷനും അവരുടെയൊക്കെ ഇത് ബയോഡേറ്റയൊക്കെ കേട്ടപ്പോൾ ഇതിനകത്ത് മാത്രം ഒറ്റ സെൻറ്റൻസേ ഉള്ളൂ വൈഫ് ഓഫ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എഴുന്നേക്കണോ, വേണ്ട കുറച്ചു നേരം കൂടി ഇരുന്നു. അവർ കുറച്ചു നേരം നോക്കി ആരെങ്കിലും വരുന്നുണ്ട്, ആരും വരുന്നില്ല. രണ്ടാമത് ഒന്നുകൂടെ വിളിച്ചു വൈഫ് ഓഫ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ ആയിരിക്കും എന്തായാലും പോകാമെന്ന് വിചാരിച്ച് എഴുന്നേറ്റ്
എഴുന്നേറ്റ് പോയപ്പോൾ ആസ് യൂഷ്വൽ ഈ 14 പേരുടെ കഴിഞ്ഞ് എനിക്കും കിട്ടിയ ഒരു പട്ടുസാരിയും ഒരു തേങ്ങയും ഷോളും ഒക്കെ ആദരിച്ച് ഞാനിങ്ങനെ പോയി സമാധിയിൽ ഇങ്ങനെ വീണപ്പോഴത്തേക്ക് എൻ്റെ 2 കണ്ണിൽ കൂടെ ഇങ്ങനെ ഒഴുകും. അപ്പോൾ ഞാൻ വൈ മീ സ്വാമി, ഞാൻ എന്താ ഇതിനകത്ത് എങ്ങനെ ഞാൻ വരും? ഈ 14 പേര് കഴിഞ്ഞ് 15ാമത്തെ ഇതിലേറ്റ് ഓക്കെ ആസ് എ മഹിള മാത്രമുണ്ട് ഞാൻ, എൻ്റെ കണക്കിലൊരു മഹിള എന്നുള്ളതല്ലാണ്ട് ഇതിനകത്ത് വരേണ്ട ആളല്ലല്ലോ ശരിക്കും. എന്താണ് സ്വാമി ഇങ്ങനെ, അതും എൻ്റെ പേരും അല്ല വിളിച്ച, ജസ്റ്റ് ബിക്കോസ് വൈഫ് ഓഫ് ജസ്റ്റിസ് സുരേഷ് കുമാർ എന്ന് തന്നെയാണ് വിളിച്ചത്. ഞാൻ ഓടി ഇറങ്ങി വന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, സി ആസ് എ ലോയർ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാം, ഒഫീഷ്യലി അല്ലെങ്കിലും കുട്ടികളുടെ ഇതിലാണെങ്കിൽ ഹി വാസ് ടു ബിസി. അപ്പൊ വീട്ടിലെ കാര്യങ്ങൾക്ക് നമ്മൾ പലപ്പോഴും അവിടെ നടക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും സ്വാമി അറിഞ്ഞുകൊണ്ട് എല്ലാം സ്വാമി അറിയുന്നു. ഓംനി പ്രസന്റ്, ഓംനിപൊട്ടന്റ്, ഓംനിഷ്യന്റ് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന പോലെ. സോ ഇത് നത്തിങ് ഹാപ്പൻസ് വിത്തൗട്ട് ഹിസ് പെർമിഷൻ. അപ്പോൾ therefore ഇത് സ്വാമിയുടെ ഒരു റെക്കഗ്നേഷൻ എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ. നമ്മളിപ്പോൾ എന്ത് ഫിസിക്കലായിട്ട് അല്ലെങ്കിൽ മെറ്റീരിയൽ വേൾഡിൽ നമ്മൾ എന്തൊക്കെ നേടിയാലും അൾട്ടിമേറ്റ്ലി ഇങ്ങനെ ഒരു അവസരത്തിൽ സ്വാമി നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുന്നു പറയുന്നത് അതിന്റെ ഹാപ്പിനെസ് പാർട്ട് ഈസ് ദാറ്റ് സ്വാമി റെക്കഗ്നൈസ്ഡ് us. അതുകൊണ്ട് മാത്രം മേ ബി ആ ഒരു സപ്പോർട്ട് ഞാൻ കൊടുത്തതിന്റെ ആയിരിക്കും സ്വാമി അറിഞ്ഞിട്ട് എന്നെ അത്രയും മഹിളകൾ കഴിഞ്ഞിട്ട്, അതും ഐ വാസ് ദ ഓൺലി പേഴ്സൺ ഇൻ യൂണിഫോം സാരി. ശരിക്കും അന്നത്തെ ആ ഫംഗ്ഷനിൽ ഞാൻ തിരിച്ചു പോയി, എല്ലാവർക്കും അറിയായിരുന്നു അവരെ ഓണർ ചെയ്യുന്ന ഫംഗ്ഷൻ ആണെന്നുള്ളത്. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനകത്ത്. ഓഡിയൻസ് പോലെ ഒരാൾ അന്ന് രാവിലത്തെ ഫംഗ്ഷൻ ഞാൻ പട്ടുസാരി കൊടുത്തു പോയി, തിരിച്ചു വന്ന് യൂണിഫോം സാരിയിൽ വന്ന് തന്നെയാണ് ഞാനത് വാങ്ങിച്ചത്. അപ്പോഴെൻ്റെ സങ്കടം എന്താ, ഞാനത് ഡിസേർവ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ. അടുത്ത ദിവസം ഇതുപോലെ കൺക്ലൂഷൻ ഫംഗ്ഷനിൽ രത്നാകർജി വന്ന് സംസാരിച്ചപ്പം എൻ്റെ ചോദ്യത്തിൻ്റെ ആൻസർ പുള്ളി പറഞ്ഞു, ഇവിടെ ഈ സെലക്ട് ചെയ്തൊന്നും ഞങ്ങളൊന്നും ചെയ്യുന്നതല്ല, ഇതൊക്കെ സ്വാമി. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, അപ്പോൾ ഇത് വേറെ ആർക്കും അല്ലല്ലോ. ഞാനൊരു ജഡ്ജിൻ്റെ വൈഫ് എന്നുള്ള രീതിയിൽ ആയിരിക്കാം ചിലപ്പോൾ കയറിയത്, പക്ഷെ എങ്കിലും അത് സ്വാമി തന്നെ വിചാരിക്കണമല്ലോ, ഇല്ലെങ്കിൽ എത്രയോ ആൾക്കാർ അവിടെ വരുന്നു, എൻ്റെ പേര് വിളിക്കണം എന്നില്ലല്ലോ ശരിക്കും. അപ്പം ഞാൻ വിചാരിച്ചു, അന്ന് ഞാൻ തിരിച്ചു വന്ന് ഞാൻ പറഞ്ഞു, സി എനിക്ക് അവിടെ നിന്ന് കിട്ടിയ റെക്കഗ്നിഷൻ ഇനി എനിക്ക് ഒന്നും വേണ്ട. ശരിക്കും അത്രയും നമ്മുടെ ലൈഫിലൊരു ഇമ്പോർട്ടൻ്റ് അത് കൊച്ചുതേല. ഈവൻ ഞങ്ങളുടെ മക്കള് 2 കുട്ടികളാണ്, മോൻ ലോയറാണ്, മോള് ഡോക്ടറാണ്. അവരെ നമ്മൾ ചെറുതിലെ ബാലവികാസിൽ കൊണ്ട് ചേർത്ത്, ഞാൻ ഈ അടുത്ത് അവരുടെ ഒരു ബാലവികാസിൻ്റെ പ്രോഗ്രാമിന് ഞാൻ പറഞ്ഞു, നമ്മൾ അവരെ ആ ബാലവികാസിൽ അങ്ങ് ചേർത്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഭയങ്കര ഒരു റിലീഫാണ്. പിന്നെ കുട്ടികൾ സ്പോയിൽ ആവില്ല എന്ന് എന്നുവെച്ചാൽ നമ്മൾ സ്വാമിയെ അങ്ങ് ഏൽപ്പിക്കുകയാണ് ശരിക്കും പറഞ്ഞ്. മോനൊക്കെ അത്യാവശ്യം നല്ല കുരുത്തക്കേടുണ്ടായിരുന്ന കുട്ടിയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ 10th 12th കഴിഞ്ഞ് ഇവിടെ നിന്ന് ബാംഗ്ലൂർ ക്രൈസ്റ്റിലേക്ക് വിടുകയാണ്, അപ്പോൾ LLBക്ക്. അപ്പോൾ പെട്ടെന്ന് ഫ്രീഡം കിട്ടുന്നു. ബാംഗ്ലൂർ പോലുള്ള സ്ഥലത്ത് പോയി ഭയങ്കരമായിട്ട് ഇങ്ങനെ ഓപ്പണായിട്ട് എന്തൊക്കെ ഇതിൽ ചെന്ന് ചാടാം. അപ്പോൾ ശരിക്കും പ്രാർത്ഥിച്ച് സ്വാമി അവനെ വിടുകയാണ്. അത്യാവശ്യം ഇതുകൊണ്ട് കയ്യിലുള്ള കുട്ടിയാണ്, എന്തെങ്കിലും കുഴപ്പത്തിലൊന്നും പോയി ചാടാതെ വരണം. ശരി, അപ്പം ഞാൻ അവൻ്റെ അടുത്ത് പോയപ്പോഴും ഞാൻ പറഞ്ഞു, സി അച്ഛൻ ഞങ്ങൾ ഫസ്റ്റ് റാങ്കും ഇതൊന്നും വാങ്ങിച്ചുകൊണ്ട് വരാൻ പറയില്ല, പക്ഷെ നല്ല കുട്ടികളായിട്ട് വളർന്നു വരണം, ഇതിനകത്തൊന്നും ചെന്ന് അബദ്ധങ്ങളിലൊന്നും പോയി പെട്ട് വരരുത്. അപ്പം ഞാൻ ബാലവികാസൊക്കെ അത്യാവശ്യം പഠിച്ച കുട്ടികളില്ലേ, ആ ഒരു പ്രൊട്ടക്ഷൻ ഇവർക്ക് ഉണ്ടാകും. ആ ഒരു ഇതിൽ തന്നെയാണ് വിട്ടത് ശരിക്കും. ഞാനത് പക്ഷെ ശരിക്കും ആ ഒരു 5 വർഷം കഴിഞ്ഞ് അവനൊരു ഇന്റേൺഷിപ്പിന് ഒരു സ്ഥലത്ത് പോകാനായിട്ട് ബാംഗ്ലൂർ ഒരു സ്ഥലത്ത് ചെന്നിട്ട് അവൻ പെട്ടെന്ന് എന്നെ ഫോൺ ചെയ്തു, അമ്മ എൻ്റെ Group 3 സർട്ടിഫിക്കറ്റ് ഒന്ന് അയച്ചു തരുമോ ഫോട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പറ്റി? അപ്പോൾ ഞാൻ ബാലവികാസൊക്കെ കുറേയൊക്കെ എനിക്ക് വേണ്ടിയാണ് പോയത്. അപ്പോഴും ഞാൻ പറയും എന്തെങ്കിലും നിങ്ങൾക്കത് മനസ്സിലാവും. നമ്മുടെ ലൈഫിൽ നമുക്കത് അല്ല, ഇവിടെ ഒരു ഇന്റേൺഷിപ്പ് ചെയ്യാനായിട്ട് അവിടെ വാല്യൂ ബേസ്ഡ് ചെയ്ത് പഠിച്ച കുട്ടികൾക്ക് കുറച്ച് പ്രിഫറൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണ് നമ്മൾ സ്വാമിയുടെ കുട്ടികളെന്ന് പറയുമ്പോൾ, ഈ അടുത്ത് അത് സ്വാമിയുടെ സ്റ്റുഡൻസ് ആയിട്ട് അടുത്ത് ഞാൻ പറഞ്ഞു, സി നമ്മൾ എത്രയോ ഭജനയ്ക്ക് പോകണം, എത്രയോ സ്ഥലത്ത് പോകണം, സ്വാമിയുടെ അവിടുത്തെ സ്റ്റുഡൻസിനെ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അവരുടെ ആ ഒരു ഗ്രേസ്, അവരുടെ പെരുമാറ്റം, അവരുടെ ആ ഒരു പ്രത്യേകതയാണ് ശരിക്കും നമുക്ക് മനസ്സിലാവും അതൊരു സായി സ്റ്റുഡൻ്റ് ആണെന്ന് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അത്രയൊന്നും അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഇവിടെ എനിക്കൊന്ന് 2006 മറ്റോ നമ്മുടെ ഇപ്പോഴത്തെ ഓൾ ഇന്ത്യ പ്രസിഡന്റ് അദ്ദേഹം കേരള ഹൈക്കോർട്ടിൽ സായി ഡിവോട്ടീസിൻ്റെ ഒരു ലോയേഴ്സിൻ്റെ ഒരു സ്മോൾ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ആ ഗ്രൂപ്പ് എൻ്റെ ഒരു ഇനീഷ്യേറ്റീവായിട്ട് ഒരു പ്രോഗ്രാം ഞങ്ങളുടെ ഹൈക്കോടതി പ്രൊമൈസസ് നടത്തിയിരുന്നു. അദ്ദേഹം ഈ ബോംബെ ലോയറാണ്, അന്നത്തെ ഇവിടുത്തെ ജഡ്ജുണ്ട് ജസ്റ്റിസ് JB കോശി എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ആണ് ആ മീറ്റിംഗ് പ്രിസൈഡ് ചെയ്തത്. അദ്ദേഹത്തിനപ്പോൾ സ്വാമിയെക്കുറിച്ചൊന്നും അറിയില്ല. അപ്പോൾ അദ്ദേഹം ഒറ്റ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, എനിക്കൊരു കാര്യം അറിയാം, കേരള ഹൈക്കോടതിയിൽ ഒരുപാട് ലോയേഴ്സ് ഉണ്ട്, അതിനകത്ത് സായി ഡിവോട്ടീസായ ചില ലോയേഴ്സ് ഉണ്ട്, അവരൊക്കെ എക്സംപ്ലറി ഗുഡാണെന്ന് എനിക്കറിയാം, അത്ര മാത്രമേ എനിക്കറിയാം. ദ പോയിന്റ് ഈസ് ദാറ്റ് നമ്മൾ സ്വാമിയുടെ ഫോണിലേക്ക് വന്നു കഴിഞ്ഞാൽ
ദെൻ ഈ ഓട്ടോമാറ്റിക്കലി ഒരു ട്രാൻസ്ഫർമേഷൻ നമുക്ക് എല്ലാവർക്കും സംഭവിക്കുന്നതാണ് എനിക്ക് തോന്നുന്നില്ല. നമ്മളിപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഡിവോട്ടീസ്, ഏത് ഡിവോട്ടി എടുക്കാൻ, നമ്മൾ ഏത് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരോ പ്രവർത്തിക്കുന്ന ആൾക്കാരോ ഒക്കെ ഉണ്ട്, ഇവർ എല്ലാവർക്കും ഒരു ഡിഫറൻസ് വെൻ കമ്പയർഡ് ടു അതേഴ്സ്. അത് ഇൻ ദർ ക്വാളിറ്റി എനിക്ക് നോട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് മറ്റുള്ളവർ നോട്ട് ചെയ്യുന്ന കാണുമ്പോൾ വലിയ സന്തോഷം. അപ്പോൾ മോനൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. കൊടൈക്കനാലിൽ സ്വാമി ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടൈക്കനാലിൽ പോയി. പക്ഷേ വളരെ ക്ലോസ് ആയിട്ട് ദർശനമൊക്കെ കിട്ടി. നമ്മൾ പുട്ടപർത്തിയിലാണെങ്കിൽ വലിയ ഹാളല്ലേ, ഒരുപാട് ആളല്ലേ. അവിടെ വെച്ചാൽ കൊടൈക്കനാലിലെ സ്ഥലം വെച്ചാൽ ഒരു 10,000 പേരൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ 100-500 പേർക്കൊക്കെ ഇരിക്കാനുള്ളിൽ സ്ഥലമുള്ളൂ, ബാക്കിയൊക്കെ പുറത്താണ്. അപ്പോൾ അത് നാച്ചുറലി അകത്ത് കയറുന്ന ആൾക്കാർക്ക് വളരെ ക്ലോസ് ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഞാൻ 2-3 പ്രാവശ്യം കൊടൈക്കനാലിൽ വെച്ച് സ്വാമി എനിക്ക് ദർശനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഒരിക്കൽ പോയപ്പോൾ കുറേ സെലക്റ്റഡ് കുട്ടികൾക്ക് സ്വാമി കുറച്ച് വാച്ച് കൊടുത്തിരുന്നു. അവനൊരു സ്വാമിയുടെ, അപ്പോൾ ഞങ്ങളത് അവന് ഒരു സ്വാമിയുടെ ഒരു ബ്ലെസ്സിങ്, ഒരു അനുഗ്രഹം കിട്ടിയ പോലെയാണ് അത്. അമംഗ് ദ സോ മെനി പീപ്പിൾ